ഒരുപക്ഷെ ഈ അഭിമുഖം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നടൻ, നിർമ്മാതാവ്, ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യജീവി, കണക്കുകൂട്ടൽ കുടുംബത്തിൻ്റെ കാര്യത്തിൽ പിഴച്ചു. പിഴച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. പിഴച്ചു എന്ന് പറയാനൊക്കത്തില്ല. അതെല്ലാം ഒരു നമ്മൾ ഇനി എങ്ങനെയൊക്കെ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ വന്ന് ഭവിക്കാനുള്ളതാണ്. അതിനകത്തൊന്നും അങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ കാണുന്നു. വരേണ്ടത് വഴി തങ്ങില്ല, ഒരിക്കലില്ല. അപ്പം ശരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ വേർപിരിഞ്ഞ് താമസിക്കുന്നതാണ് നമ്മളുടെ ജോലിയെ, നമ്മുടെ സമാധാനത്തെ, സന്തോഷത്തെ, രണ്ടുപേരുടെയും, അതിനകത്ത് സാക്രിഫൈസുകളൊന്നുമില്ല, രണ്ടുപേരുടെയും ജീവിതത്തിൽ അതാണ് നല്ലതെങ്കിൽ അങ്ങനെ തന്നെ ആവണം. ഒരു പാർട്ണർഷിപ്പാണ്. അത് വേണമെങ്കിൽ വിജയിക്കാൻ പരാജയപ്പെടാം. അത്ര അത് ഒന്ന് പരാജയപ്പെടുന്നതിന് വലിയൊരു അത്ഭുതമോ അല്ലെങ്കിൽ വലിയ നമ്മൾ അവരെ പിന്നെ ചീത്ത പറയുന്നില്ല, അവർ നമ്മളെ ചീത്ത പറയുന്നില്ല. ദാറ്റ് ഈസ് കാര്യം. ഒന്നിച്ച് അവർക്ക് പിന്നെ സരിതയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് അവൻ്റേതായിട്ടുള്ള ഒരുപാട്, ഈ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നതിനേക്കാളും വേർപിരിഞ്ഞ് നിൽക്കുന്നതാണ് കൂടുതൽ മനസ്സമാധാനവും കൂടുതൽ സന്തോഷവും കൂടുതൽ ജോലി ചെയ്യാനുള്ള, ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും കടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ല. വളരെ മുകേഷ് മറ്റു കാര്യങ്ങൾ കാണിക്കുന്ന വളരെ എളുപ്പ ഫോർമുല തന്നെ ഇതിൻ്റെ അകത്ത്. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അല്ല എന്ന് ശ്രമിക്കാതിരുന്നില്ല. ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഒരു ഒരു എന്താ പറയുക, അത് മനസ്സിലാകാം. ആ ഒരു രണ്ടുപേരുടെ പേഴ്സണാലിറ്റികൾ തമ്മിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ചേരായ്മയാണല്ലോ. പക്ഷേ നമ്മൾക്ക് ആവശ്യമുള്ള ഒരുപാട്, പക്ഷേ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചിസ്ലിങ്ങും ഒക്കെ അല്ലേ. അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മളെ ആത്മാഭിമാനത്തെ രണ്ടുപേരുടെയും ഇങ്ങനെ എന്തിന്, കാര്യം കുട്ടികളൊക്കെ വലുതായി, ഇപ്പം അവർ രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ട്, രണ്ടുപേരെയും കൂടെ വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ പിന്നെ ഔപചാരികമായി പിരിഞ്ഞു എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. പിരിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഇനി ഈ സർട്ടിഫിക്കറ്റിനകത്തൊന്നും പ്രസക്തി ഇല്ലല്ലോ. അല്ല, ഞാൻ അത് ചോദിക്കാനായിട്ട് പ്രസക്തി ഇല്ല. കാരണം വെച്ചാൽ ഒരുപക്ഷെ മുകേഷ് ചെറുപ്പമാണല്ലോ, ഇനിയും വേണം ഒരു ജീവിതം സാധ്യമാണല്ലോ. അങ്ങനെ ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ഫിക്സ് ആയിട്ടില്ല. എനിക്കറിയാം ഇന്റർവ്യൂവിന് ശേഷം ഈ ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് ആൾക്കാർ പ്രപ്പോസൽസ് അയക്കും. എൻ്റെ ദൈവമേ, അതാണ് എനിക്ക് താങ്ങാൻ പറ്റാത്തത്. ഇത് സംഭവിക്കാൻ പോവാണ്. കാരണം വെച്ചാൽ താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ അതിനുള്ളൊരു മാനസികമായ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും മോഹൻലാലും കൂടെ പല ഈ പിന്നെ ടൂറുകൾ, ഈ ഷോസ്, അന്യനാടുകളിലൊക്കെ പോകുമല്ലോ. അപ്പോൾ ചില സ്ത്രീകൾ ഇങ്ങനെ വേർപെട്ട് നിൽക്കുന്ന സ്ത്രീകളായിരിക്കും കൂടുതൽ. അപ്പോൾ എന്നെ ഇങ്ങനെ ചില നോട്ടങ്ങൾ, അപ്പം മോഹൻലാൽ പറയും മാരേജ് എക്സ്പ്രഷനാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിൽക്കത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അത്രമാത്രം ഞാൻ അങ്ങോട്ട് പിരിച്ച് വിട്ടിട്ടില്ല മനസ്സിൽ നിന്ന്. എനിക്ക് വേറൊരാളെന്ന് പറയുന്നത് എനിക്ക് അത് നോട്ട് കംഫർട്ടബിൾ. ചിലപ്പോൾ വരുമായിരിക്കാം. മിനി സ്ക്രീനിലും മുകേഷ് ഒരു പയറ്റി ഒന്നും വിട്ടിട്ടില്ല. വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തിനു വിടണം? അത് ആദ്യം കോടീശ്വരനായിരുന്നു. കോടീശ്വരൻ ചെയ്തപ്പോൾ അമിതാഭ് ബച്ചൻ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അതായത് ഇന്ത്യ മുഴുക്ക കോടീശ്വരൻ്റെ മുന്നിലിരിക്കുന്ന സമയത്താണ് കോടീശ്വരൻ എൻ്റെ ഒരു ഓഫർ വന്നത്. നാച്ചുറലി ഒരുപാട് പേര് എതിർത്തു വന്നു. ഞാൻ ടി വിയിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നാറിപ്പോവും. പിന്നെ അമിതാഭ് ബച്ചൻ കൊച്ചു കുട്ടികൾ വരെ അമിതാഭ് ബച്ചൻ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയായില്ലെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റാൻഡ്, ഷൂട്ടിംഗ് സ്ഥലം മുതലായ സ്ഥലങ്ങളിലെ ആൾക്കാർ വളരെ മോശമായിട്ട് പെരുമാറും. എല്ലാവരും പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു. ശ്രീനിവാസ് എന്നോട് പറഞ്ഞു, നീ ചെയ്യണം.
എന്തായാലും അമിതാഭ് ബച്ചനെ കാട്ടി നന്നാവും നീ. ഞാൻ പറഞ്ഞു അത്രയ്ക്ക് വേണോ? അല്ല, അയാൾക്ക് നിന്റെ അത്രയും മലയാളം അറിഞ്ഞൂടെ. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോഴത്തേക്ക് ഞാൻ കൊള്ളാവോ എന്നുള്ളത് അറിയണ്ടേ. അങ്ങനെ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ആയതുകൊണ്ടാണ്. മലയാളം കോടീശ്വരനായിരുന്നു കേരളത്തിൽ റേറ്റിംഗ് നാച്ചുറലി. പക്ഷെ അതിന് ശേഷം ചെയ്ത ഷോ മുകേഷിന് സുഹൃത്തുക്കൾ പറഞ്ഞു അവന് പറ്റിയ സ്ഥലമാണ്, ഡീൽ ഓർ നോട്ട് ഡീൽ. എന്താ കാരണം ഒരുപാട് പെമ്പിള്ളേർ അവിടെ ഉണ്ടെന്ന്. അത് ആരാണ് പറഞ്ഞതറിയാലോ? ഒന്ന് നോക്ക്, നേരിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു. എടാ മുകേഷ് നിനക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. മോഹൻലാലായിരിക്കും. ഞാൻ പറയുന്നില്ല. അല്ല, മോഹൻലാൽ കണ്ടിട്ട് ഞാനും മോഹൻലാലും കൂടെ ഇത് കണ്ടത് ഫസ്റ്റ്. അപ്പം മോഹൻലാലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാനൊരു ഡീൽ ഓർ നോ ഡീൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇയാളൊന്നും മിണ്ടുന്നില്ല. അസ്വസ്ഥനായി. ഞാൻ പറഞ്ഞു എന്താണെന്ന്. ചുമ്മാ അല്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഹിന്ദിക്കാരാണ്. നമുക്ക് ഹിന്ദി അറിയില്ല. അവർക്ക് നമുക്ക് ഹിന്ദി അറിയാൻ നമ്മളെ അറിഞ്ഞൂടാ അവർക്ക്. ഞാൻ മുകേഷ് എന്ന് പറഞ്ഞൊരു സിനിമാ നടനാണെന്ന് പോലും 100 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഇടയ്ക്ക് അവർക്ക് CD കൊടുത്തിട്ടായിരുന്നു. അതിനും ഒരു ത്രൈവില്ല. മുകേഷ് കുറച്ചേറെ കാലം ടെലിവിഷൻ സ്ക്രീനിൻ്റെ വരാന്തയിലും ഇടനാഴിയിലും ഒക്കെ നടന്ന പരിചയത്തിൽ ഞാൻ പറയുക, മലയാള സിനിമയിൽ നിന്ന് വന്ന പല ആളുകളും മിനി സ്ക്രീനിൽ ചെറിയ ചെറിയ പരാജയങ്ങളായിരുന്നു. എന്നാൽ മുകേഷ് അപ്പോഴൊക്കെ തന്നെ റിയാലിറ്റി ഷോ നടത്തുന്നതിനും മറ്റുള്ള അവതരണത്തിലുമൊക്കെ വൻ വിജയങ്ങളായി മാറിയിട്ടുണ്ട്. റിയാലിറ്റി ഷോകൾ സിനിമാ നടന്മാർ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പല നിലപാടുകളും സിനിമാ സംഘടന എടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള മുകേഷിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയാണോ? മുകേഷ് ഇത് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ല, നാച്ചുറലി ഞാൻ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ അതിനകത്ത് 2 വശമുണ്ട്. ഇപ്പോൾ അവർ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഹിന്ദിയോ തമിഴോ പോലെയൊന്നുമല്ല, മലയാളം ചെറിയൊരു രാജ്യമാണ്. അപ്പം പ്രധാനപ്പെട്ട സമയത്ത് ഒരു സക്സസ്ഫുൾ റിയാലിറ്റി ഷോ അതും സിനിമാക്കാരൻ ചെയ്യുമ്പോൾ തിയേറ്ററിൽ ആൾ കുറയും. പക്ഷെ അതൊക്കെ ഒരു അങ്കലാപ്പാണ് ശരിക്കും പറഞ്ഞു. അനാവശ്യമായിട്ടുള്ള ഒരു അങ്കലാപ്പാണ്. അതൊക്കെ യൂസ്ഡ് ആവും. ഇപ്പം നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഡീൽ ഓർ നോ ഡീൽ 3 കൊല്ലം ചെയ്തു, എത്രയോ സിനിമകൾ ഹിറ്റായി. ആ സിനിമകൾ പരാജയപ്പെട്ടു. അതിപ്പോൾ ഡീൽ ഓർ നോ ഡീൽ കഴിഞ്ഞിട്ട് എത്ര സിനിമകൾ പരാജയപ്പെടുന്നു. അതൊക്കെ ഒരു പിന്നെ വിശ്വാസങ്ങളാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ ഒരു പറയുന്നത് ബിൽ കോസ്ബി എന്ന് പറഞ്ഞിട്ടൊരു ലോക പ്രശസ്തനായ ഒരു TV ആങ്കറുണ്ട്. കോസ്ബി ഷോസ് ഉണ്ട്. അത് TV-യിലാണ്. അത് സിനിമയിൽ പോകുന്നതിനെക്കാട്ടും TV-യിലാണ്. അപ്പോൾ ഞാനും മോഹൻലാലും പ്രിയനും എല്ലാം കൂടെ അമേരിക്കയിലൊരു എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യാം. അപ്പം പെട്ടെന്ന് പറഞ്ഞു റൺവേയുടെ അടുത്ത് നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. ഒരു പ്രൈവറ്റ് എയർപോർട്ടാണ്. ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഒരു ബോയിങ് ഫ്ലൈറ്റ് വന്നു. ഇറങ്ങുന്നത് ബിൽ കോസ്ബിയാണ്. അയാളുടെ സ്വന്തം ഫ്ലൈറ്റാണ്. ഒരു TV ആങ്കറാണ് അമേരിക്കയിൽ. അപ്പോൾ ഇറങ്ങി വന്നു. അയാളുടെ മകളും ഉണ്ട്. അപ്പം നമ്മളെല്ലാം പരിചയപ്പെട്ടു സിനിമ ഇങ്ങനെ കേരളത്തിലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം പോയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരു TV ആങ്കർ ഒരു സൈക്കിൾ മേടിക്കണമെങ്കിൽ എത്ര കാലം ആഗ്രഹിക്കണം. ഇവിടെ ഒരു പക്ഷേ അമേരിക്കയിൽ സിനിമാക്കാർ എതിർത്തിരുന്നെങ്കിൽ അല്ല സിനിമയിൽ അഭിനയിക്കും, അങ്ങനെ പറ്റത്തില്ല എന്ന് എതിർത്തിരുന്നെങ്കിൽ ബിൽ കോസ്ബി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവത്തില്ല. ഓപ്ര വിൻഫ്രിയൊക്കെ എത്രയാണ് ഒരുപക്ഷെ ഏത് സിനിമാ താരത്തെയും വെല്ലുന്ന രീതിയിലുള്ള. അപ്പോൾ ആ ടാലൻസ് എല്ലാം നമ്മൾ ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം ചെയ്യാൻ? ഇവിടെ തന്നെ മുകേഷ് ഇവിടെ തന്നെ ഒരു സിനിമ സർവൈവ് ചെയ്യുന്നത് സാറ്റലൈറ്റ് റൈറ്റിന് മുകളിൽ നമുക്കറിയാലോ. അതിന് 80%, ചില കാര്യത്തിൽ 110%, 150%. എനിവേ ഒരുപക്ഷെ അത് ഇൻഡസ്ട്രി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാലഹരണപ്പെടുന്ന പല തത്വങ്ങളും. അല്ല, അത് ഇപ്പം മെയിനായിട്ടുള്ള ആക്ടേഴ്സ് ചെയ്യരുതെന്ന് പറയുന്നതിനകത്തും ഒരു കാര്യമുണ്ട്. കാര്യം അത് സിനിമയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല. സിനിമയെ ഷൂട്ടിംഗ് അപ്സെറ്റ് ആക്കാൻ പാടില്ല. അത്രയും സിനിമകൾ എല്ലാവരും ചെയ്യണമെന്നുണ്ടോ? അല്ല, ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അവർ ആ സിനിമയുടെ ബിസിനെസ് അത്രയും ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ TV-യിലും കൂടെ സമയം കണ്ടെത്തുമ്പോഴത്തേക്ക് സിനിമയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനകത്തും ശരിയും തെറ്റുകളും ഉണ്ട്. മുകേഷിൻ്റെ മറ്റൊരു മേഖല എഴുത്താണ്. അത് എഴുത്തെന്ന് പറയാൻ പറ്റില്ല. അത് പറയുന്ന കാര്യങ്ങളങ്ങ് എഴുതി വെക്കുന്നു, അല്ല എഴുതാൻ വേണ്ടി എന്തെങ്കിലും ആലോചിക്കുന്നതല്ല. അത് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മുകേഷ് കഥകൾ
ഒരു ബൈറ്റ് കിട്ടി. എൻ്റെ സഖാവ് എന്നെ വിട്ടുപോയ ശേഷം കുറേ നാളുകൾ ഞാൻ എവിടെയും പോകാതെ കണ്ണൂരിൽ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മക്കളുടെ നിർബന്ധപ്രകാരം ഞാൻ ഇങ്ങനെ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി ഇടയ്ക്കിടെ വന്ന് താമസിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ മകൻ കൃഷ്ണകുമാർ ഒരു ബുക്ക് കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞത്, അമ്മ ഈ ബുക്കൊന്ന് വായിച്ചു നോക്കും, മുകേഷ് കഥകൾ, അമ്മക്ക് നല്ല രസമായിരിക്കും ഇത് വായിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബുക്ക് വായിച്ചു. മുകേഷ് കഥകളാന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇത്ര അധികം രസമുള്ളൊരു സംഭവമായിരിക്കും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ അത്രയും വിഷമിച്ച് ഞാൻ അങ്ങനെ എനിക്കൊരു പൊട്ടിച്ചിരിക്കാനോ ഒന്നും പറ്റാത്തൊരു സന്ദർഭത്തിലാണ് ഞാൻ ആ പുസ്തകം എനിക്ക് കയ്യിൽ കിട്ടുന്നത് വായിക്കുന്നത്. വളരെ ഏറെ ഉള്ളു തുറന്ന് ഞാൻ അറിയാതെ ഞാൻ സ്വന്തമാണ് വായിക്കുന്നതെങ്കിലും ഞാൻ അറിയാതെ ഞാൻ പൊട്ടി ചിരിച്ചു പോയിട്ടുണ്ട്. ശാരദ ടീച്ചർ, ഞാൻ ഡീലോർ റോഡിൽ സമയത്ത് കൃഷ്ണകുമാർ അവിടെ വന്നപ്പോൾ അദ്ദേഹം പ്രോഗ്രാം സമയത്ത് ഇത് എന്നോട് പറഞ്ഞു, അമ്മ ചോദിച്ചായിട്ട് പറയണം. അപ്പം ഞാൻ സാധാരണ പോലെ സന്തോഷം, അല്ല അതിനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ സ്തബ്ധനായിട്ട് കുറച്ച് സമയം നിന്നിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുതണമെന്നോ വിചാരിച്ചിരുന്നല്ല. അന്ന് അത് എഴുതിയത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആയിരിക്കും. കാര്യം ഇതിനപ്പുറത്ത് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടാനില്ല എന്നാണ്. പക്ഷെ അതിനകത്ത് നല്ല വേറെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. എൻ്റെ അധ്യാപകനാണ് KP അപ്പൻ സാറ്. അപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ നിരൂപകന്മാരിലൊരാളാണ് അദ്ദേഹം. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം, അപ്പം മാഷ്. അപ്പം ഞങ്ങൾ ഇത് SN കോളേജിൽ വെച്ച് പ്രകാശനം ചെയ്യണം തീരുമാനിച്ചു. മുകേഷ് കഥകൾ. MA ബേബി അദ്ദേഹം ആ കാലഘട്ടത്തിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹവും പഠിച്ചിട്ടുണ്ട്. പിന്നെ കുരീപ്പുഴ ശ്രീകുമാർ അദ്ദേഹം അറിയപ്പെടുന്ന കവിയാണ്. സോണി തങ്കമം ബാലകൃഷ്ണൻ്റെ മകൻ. അപ്പം അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ. അപ്പം അപ്പൻ സാറാണ് ഇതിൻ്റെ ഉചിതനായ ഉള്ള ഒരാൾ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അപ്പൻ സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു. അപ്പം അപ്പൻ സാർ എന്നോട് പറഞ്ഞു, മുകേഷ് എന്നെപ്പറ്റി അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു ഈ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ സാർ? ഞാൻ ഒരു ഫംഗ്ഷന് പോയിട്ട് 4-5 കൊല്ലമായി. കാര്യം ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ പറയും, അത് പലർക്കും അതൊരു വിഷമമായി. അതിൻ്റെ മറുപടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു കാരണവശാലും ഞാൻ എഴുതും എന്നുള്ളതല്ലാതെ ഞാൻ പോവില്ല, വേറെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു, സാരമില്ല, എൻ്റെ ഒരു ആഗ്രഹം സാറിനെ ക്ഷണിച്ചു, സാറിന് അനുഗ്രഹം മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, മുകേഷേ ആ പുസ്തകം ഒന്നെത്തിക്കുക. മുകേഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിനിമയൊക്കെ കാണും. അപ്പം എഴുതണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറയാം. എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും സമയം കണ്ടെത്തി എഴുതണം. എഴുതണ്ട എന്നാണ് എൻ്റെ മറുപടി എങ്കിൽ അഭിനയത്തിൽ ശ്രദ്ധിക്കാം. അപ്പോൾ കാറി പോയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വലിയ ചില വാസ്തുവിദ്യ ആൾക്കാരെ വീട്ടിൽ കൊണ്ടുപോകുന്ന ആയിപ്പോയി. വീടിടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞാൽ പൊളിക്കാതിരിക്കാൻ പറ്റുമോ? പൊളിക്കാൻ പറ്റുമോ? അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം സാർ എന്നെ വിളിച്ചിട്ട്, ഞാൻ അപ്പൻ സാറാണ്, ഞാൻ പറഞ്ഞു, സാറേ തുടരുക, കട്ട് ചെയ്തു. കാര്യം തുടരുക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നാ സാറ് വരുമോ എന്ന് ചോദിക്കുമെന്ന് പേടിയുണ്ട്.